രണ്ട് കാറുകൾ ഒരേ സമയം ഒരേ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. ആദ്യ കാറിൻ്റെ വേഗം മണിക്കൂറിൽ 45 കിലോമീറ്റർ, രണ്ടാമത്തേതിൻ്റേത് 60 കിലോമീറ്റർ. രണ്ടാമത്തെ കാർ 5 മണിക്കൂർ നേരത്തെ എത്തും. സഞ്ചരിച്ച സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കാണുക. സഞ്ചരിച്ച സ്ഥലങ്ങൾ എയും ബിയും എന്ന് വിചാരിക്കുക. അതിനിടയ്ക്കുള്ള അകലം x കിലോമീറ്റർ. ഒന്നാമത്തെ കാറിൻ്റെ സ്പീഡ് എത്രയാണ്? മണിക്കൂറിൽ 45. അപ്പോൾ 45 കിലോമീറ്റർ പ്രതി മണിക്കൂർ. രണ്ടാമത്തെ കാറിൻ്റെ വേഗതയാണെങ്കിലോ 60 ആണ്. അപ്പോൾ 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമുക്കിനി ഒന്നാമത്തെ കാർ എടുക്കുന്ന സമയം കാണുക. ഒന്നാമത്തെ കാർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം t1 സമം സമയം ദൂരം ബൈ വേഗത. സമയം ദൂരം ബൈ വേഗത x/45. x/45 മണിക്കൂർ. അതുപോലെ രണ്ടാമത്തെ കാർ എടുക്കുന്ന സമയം ദൂരം ബൈ വേഗത x/60. x/60 മണിക്കൂർ. ഇവിടെയാണ് വേഗത കൂടുതൽ, അപ്പോൾ ഇത് സമയം കുറവായിരിക്കും. ഇവിടെയാണ് വേഗത കൂടുമ്പോൾ സമയം കുറവാവുക ചെയ്യുക. അപ്പോൾ ഇതിലാണ് സമയം കുറവ്, ഇതിലാണ് സമയം കൂടുതൽ. ഒന്നാമത്തെ കാറാണ് കൂടുതൽ സമയം എടുക്കുക, അപ്പോൾ രണ്ടാമത്തെ കാർ കുറവ് സമയം എടുക്കുക. എത്ര സമയം കുറവ് കൂടുതൽ? 5 മണിക്കൂർ നേരത്തെ എത്തും. 5 മണിക്കൂർ കുറവാണ്. അപ്പോൾ നമ്മൾ ഏത് കാറ്? രണ്ടാമത്തെ കാറ് 5 മണിക്കൂർ നേരത്തെ എത്തും. അപ്പോൾ നമുക്ക് ഈ സമയ വ്യത്യാസം 5 ആണ്. അപ്പോൾ വലിയ സമയം എന്താണ്? x/45 മൈനസ് x/60. സമയ വ്യത്യാസം 5 ആണ്. ഇതെങ്ങനെ കുറയ്ക്കുക? 60 × x 60x കുറയ്ക്കണം. 45 × x 45x ഛേദം 45 × 60 സമം 5. ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരും? 15x. ഇത് കുറയ്ക്കുമ്പോൾ 15x. ഈ ബൈ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുമ്പോൾ ഇൻറ്റു ആവും. ബൈ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുമ്പോൾ ഇൻറ്റു സമം 5 × 45 × 60. ഇതെങ്ങനെ x കാണുക? സമം 5 × 45 × 60. ഈ ഇൻറ്റു 15 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 15 ആവും. ബൈ 15 നമുക്ക് ഇത് വെട്ടിച്ചെടുക്കുമ്പോൾ ഇവിടെ 3 എന്ന് വരും. i 3 15 × 6 90. ഈ ഒരു 0 900. x എന്താ? ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരമാണ്. എത്ര സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 900 കിലോമീറ്റർ.